6 മാസം ഗർഭിണിയായ യുവതി കുഞ്ഞിനെ പ്രസവിച്ചിട്ടും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെ എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്? പിന്നീട് ആരോടും പറയാതെ എല്ലാം രഹസ്യമാക്കി വെക്കുന്നു. എന്നാൽ തീർത്ഥാടക സംഘത്തിന് പിന്നാലെ പോലീസ് എത്തിയതോടെ പരക്കെ പരിഭ്രാന്തി. കോഴിക്കോട് പള്ളിയുടെ പരിസരത്ത് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയതിൽ അടിമുടി ദുരൂഹതയാണ്. തീർത്ഥാടക സംഘത്തോടൊപ്പം കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെത്തിയ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്നാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഫ്രാങ്കോ എന്ന 25-കാരിയെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ പ്രസവ വിവരം യുവതി എന്തിനും മറച്ചുവെച്ചു എന്നതിലും കുഞ്ഞിൻ്റെ മരണത്തിലും അന്വേഷണം തുടരുകയാണ്. പതിമൂന്ന് ടൂറിസ്റ്റ് ബസ്സുകളിലാണ് പാലക്കാട് നിന്നുള്ള തീർത്ഥാടക സംഘം കോഴിക്കോട് എത്തിയത്. ഈ സംഘത്തിനുണ്ടായിരുന്ന യുവതിയാണ് ദേവമാതാ കത്തീഡ്രൽ പള്ളിയുടെ പിന്നിലെ സ്ഥലത്ത് പ്രസവിച്ചത്. പള്ളിയുടെ പരിസരത്ത് വെച്ച് വേദന ഉണ്ടാവുകയും പ്രസവിക്കുകയും ചെയ്ത ഫ്രാങ്കോ ഇക്കാര്യം തീർത്ഥാടക സംഘത്തിലെ മറ്റുള്ളവർ അറിഞ്ഞ കുഴപ്പമാകുമെന്ന് കരുതി മരിച്ച നിലയിൽ കണ്ട കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. 6 മാസം ഗർഭിണിയായ ഫ്രാങ്കോയെ തീർത്ഥാടക സംഘം ഒപ്പം കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഫ്രാങ്കോ നിർബന്ധപൂർവ്വം കൂടെ കൂടുകയായിരുന്നുവെന്നാണ് വിവരം. യുവതിയുടെ ഭർത്താവും 1.5 വയസ്സുള്ള മകളും ഭർത്താവിന്റെ മാതാവും അമ്മൂമ്മയും തീർത്ഥാടക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവരെയും വിവരം അറിയിച്ചില്ല. പ്രസവശേഷം ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിരുന്ന ഫ്രാങ്കോയെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് നിന്നെത്തിയ തീർത്ഥാടക സംഘത്തിലെ ഒരു യുവാവാണ് ബുധനാഴ്ച വൈകിട്ട് 4:30 പള്ളിയുടെ പരിസരത്ത് മൃതദേഹം കണ്ടത്. പള്ളി വികാരിയെ ഇക്കാര്യം അറിയിച്ചതോടെ ഉടൻ തന്നെ പള്ളി അധികൃതർ പോലീസിനെ ബന്ധപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് യുവതിയെ തിരിച്ചറിഞ്ഞത്. പൊക്കിൾക്കൊടി അറുത്ത നിലയിലായിരുന്നു ശിശുവിന്റെ മൃതദേഹം. ക്ഷീണിതയായി കണ്ട യുവതിയെ കോട്ടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിയായ ചികിത്സയും പരിചരണവും ഉറപ്പാക്കിയ ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. സമീപത്ത് ആശുപത്രികൾ ഉണ്ടായിട്ടും യുവതി ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെയും ബന്ധുക്കളെയും അറിയിക്കാതെ പ്രസവിച്ചതിലാണ് ദുരൂഹത. യുവതിയെയും കുടുംബാംഗങ്ങളെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷ. ടൗൺ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ടൗൺ പോലീസ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. പ്രയാഗ്രാജ് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ ഖാൻ ഇപ്പോൾ എവിടെയാണ്? മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എടുത്തതോടെ അയാളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. അതിനിടെ ഫർമാനെ തേടി പോലീസ് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇയാളുടെ തൃക്കാക്കരയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം ഫർമാനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി. നിലവിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നിയമക്കുരുക്കിൽ നിന്ന് അയാൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. അതേസമയം പോലീസ് സംരക്ഷണം വേണമെന്ന് കാട്ടി പെൺകുട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വിവാഹസമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഭർത്താവിനെതിരെ പോക്സോ കേസെടുത്തത്. കഴിഞ്ഞ മാർച്ച് 11-ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. കേസിൽ ഭർത്താവിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നേരത്തെ ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. പോക്സോ കേസിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കൊച്ചിയിലെത്തിയത്. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിന് അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതി ഉത്തരവ് കൈമാറിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേശ്വർ പറഞ്ഞു. ഹൈക്കോടതി ചെയ്തിട്ടുണ്ടല്ലേ, അതിൽ നമുക്കൊന്നും പറയാനല്ലോ. മധ്യപ്രദേശിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ടെന്നാണ്. ആ മധ്യപ്രദേശ് പോലീസ് വന്നിട്ടുണ്ട്, ബട്ട് ഹൈക്കോടതിന്റെ പരിധിയിലല്ലേ. അവരെന്തിനാ സർ വന്നിരിക്കുന്നത്? അവരെന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് ഹൈക്കോർട്ട് ഓർഡർ ഈസ് ദർ. മധ്യപ്രദേശ് പോലീസ് ദേ ഹാവ് എ കേസ്, ദേ ആർ അത് അന്വേഷിച്ച് അവർ വന്നിട്ടുണ്ട്. അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കേണ്ടതാണ്. നമുക്കൊരു പരാതി നൽകിയിട്ടുണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട്? ഹൈക്കോടതി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിനുടെ കാപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി 20-ാം തീയതി വരെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതനുസരിച്ച് അവരും ചെയ്യുമായിട്ട്. നമ്മളോട് അസിസ്റ്റൻസ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, മധ്യപ്രദേശ് പോലീസ് മറ്റൊരു ഷേനാംഗുലർ രീതിയിൽ നമ്മളോട് വന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഹൈക്കോടതിയിൽ പരിധിയുണ്ട്, അതിനുടെ കാപ്പിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുട്ടിയെ കൊണ്ടുപോകണമെന്നാണോ? അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കേണ്ടത്. താങ്ക് യു.
ഇതിനിടെ അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയതിനു പിന്നാലെ തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. മധ്യപ്രദേശ് പോലീസ് തന്നെ കൊണ്ടുപോകുന്നത് തടയണമെന്നും പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഒരു സ്ഥാപനത്തിലെ HR മാനേജറുടെ ഉത്തരവാദിത്തം എന്താണ്? ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യണം. ലൈംഗിക ചൂഷണം ഉണ്ടായെന്ന് പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കണം. എന്നാൽ മഹാരാഷ്ട്ര നാസിക്കിലുള്ള TCSന്റെ HR മാനേജർ നിദാ ഖാൻ ചെയ്തതും റിക്രൂട്ട്മെന്റാണ്. മറ്റൊരു മതത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. ജീവനക്കാർ ചൂഷണത്തിനിരയായപ്പോൾ അവർ കുറ്റകരമായ മൗനം പാലിച്ചു. ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ മതപരിവർത്തനത്തിന്റെ മുഖ്യ ആസൂത്രക നിധിയെന്നാണ് കണ്ടെത്തൽ. കേസിൽ ഒളിവിലായിരുന്ന ഈ യുവതി കൂടി അറസ്റ്റിലായതോടെ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 8ആയി. ഇതിന് പിന്നിൽ മറ്റ് വിദേശ ബന്ധങ്ങളോ സാമ്പത്തിക ഉറവിടങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ലൈംഗിക ചൂഷണം, മാനസിക പീഡനം, മതപരമായ വിവേചനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് TCS കേന്ദ്രം നിരീക്ഷണത്തിലായത്. മഹാരാഷ്ട്ര നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ മതപരിവർത്തന കേസ് NIAയ്ക്കും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും കൈമാറിയേക്കുമെന്നാണ് സൂചന. നിലവിൽ നാസിക് പോലീസ് അന്വേഷിക്കുന്ന കേസിൽ ഇതുവരെ 8 പേരാണ് പിടിയിലായത്. HR മാനേജർ നിദാ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു മതപരിവർത്തനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗിക അതിക്രമ പരാതികളിലും അന്വേഷണം നടക്കുകയാണ്. സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ നൽകിയ പരാതികളെ തുടർന്ന് നിദാ ഖാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരമായ വിവേചനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് TCS കേന്ദ്രം നിരീക്ഷണത്തിലായത്. ഇതിന് പിന്നിൽ മറ്റ് വിദേശ ബന്ധങ്ങളോ സാമ്പത്തിക ഉറവിടങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് കമ്പനി ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. A total 9 cases of attempt to religious conversion, sexual harassment at workplace, religious harassment at workplace have been registered in Nasik City Police. One male complainant has filed his complaint regarding attempt to religious conversion, rape under the pretext of giving a job and false promise of marriage, and also atrocity act. One accused, Nida Khan, is accused in only one case of religious harassment. The second accused, Ashwini Chenani, was an operations cum HR head of the unit, and she is charged with when the victim went to her, she has dissuaded her or discouraged her from giving a complaint, saying that these things happen, and she has sided with the accused. വർഷങ്ങളായി തുടരുന്ന ലൈംഗിക അതിക്രമങ്ങളും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് 8 വനിതാ ജീവനക്കാരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനും താല്പര്യമില്ലാത്ത മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ജീവനക്കാരെ നിർബന്ധിച്ചിരുന്നതായി ആരോപണങ്ങളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 9 FIRകളാണ് പോലീസ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു പുരുഷ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ മതപരമായ പീഡനവും നിർബന്ധിത മതപരിവർത്തന ശ്രമവും സംബന്ധിച്ച പരാതിയും ഉൾപ്പെടുന്നു. അറസ്റ്റിലായ 7 പുരുഷ ജീവനക്കാരും മിക്ക കേസുകളിലും കൂട്ടുപ്രതികളാണ്. ടീം ലീഡർമാരെ പോലെയുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. സഹപ്രവർത്തകരെ ഉപദ്രവിക്കാൻ ഈ പദവികൾ അവർ ദുരുപയോഗം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. HR മാനേജരായ നിദാ ഖാനെ ജോലിസ്ഥലത്തെ അതിക്രമങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് ചെയ്തത്. HR മാനേജർ എന്ന നിലയിൽ ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനും ലൈംഗിക പീഡനം തടയുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അവർക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിദയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവകരമാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തെക്കുറിച്ച് ആദ്യമായി പരാതി നൽകാനെത്തിയ യുവതിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ ഭയവും മടിയും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ പിന്തുണയ്ക്കും കൗൺസിലിംഗിന് ശേഷമാണ് ഇവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിനുശേഷമാണ് കൂടുതൽ ഇരകൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതാണ് കേസിൽ ഒന്നിലധികം FIRകൾ ഉണ്ടാകാൻ കാരണമായതെന്ന്
അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികൾക്ക് മറ്റ് രാജ്യങ്ങളിലെ ഏതെങ്കിലും സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാൻ പോലീസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഭീകരവിരുദ്ധ സേന, NIA തുടങ്ങിയ ഏജൻസികളുടെ സഹായവും തേടിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ശുചീകരണ തൊഴിലാളികൾ എന്ന പേരിൽ ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതും പ്രതികളെ പിടികൂടിയതും. ജീവനക്കാരുമായി ആശയവിനിമയം നടത്താനും പരാതികൾ പ്രോത്സാഹിപ്പിക്കാനും ഒരു വനിതാ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെയും വനിതാ ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ നിയോഗിച്ചിട്ടുണ്ട്. ജീവനക്കാരെ മതപരിവർത്തനം ചെയ്യിപ്പിച്ചതായി കണ്ടെത്തിയതോടെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. നാസിക്കിലെ BPO സെന്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ തീരുമാനമായി. മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. IT കമ്പനികളിൽ സ്ത്രീകളും പുരുഷന്മാരുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യമുണ്ടാകുമല്ലേ? അതുപോലെ തന്നെ സൗഹൃദങ്ങൾ വഴിവിട്ട ബന്ധമായി മാറാനുള്ള സൗകര്യവുമുണ്ട്. എന്നാൽ ഇത്തരം ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നമുണ്ടായാൽ മതി, പിന്നീട് എല്ലാം തകിടം മറിയും. കൊച്ചിയിലെ IT വ്യവസായി വേണുഗോപാലകൃഷ്ണന് കുരുക്കായത് ഓഫീസിലെ പ്രണയമാണ്. ആ യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ അയാൾക്ക് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. ഒടുവിൽ ലൈംഗിക പീഡന കേസിൽ വേണുഗോപാലകൃഷ്ണൻ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ലൈംഗിക പീഡന പരാതിയിൽ ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭോയാൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വേണുഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വേണുവിന്റെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന യുവതിയുടെ പരാതിയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. പരാതിക്കാരിയും ഭർത്താവും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തി 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന വേണുവിന്റെ പരാതിയിൽ 2025 ജൂലൈ 29 എറണാകുളം സെൻട്രൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പരാതിക്കാരി വേണുവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് IT കമ്പനിയിലെ ജീവനക്കാരായ 3 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവർക്ക് പിന്നീട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും വേണുവിന് ജാമ്യം നിഷേധിച്ചു. തുടർന്നാണ് വേണുഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് മുകുൾ റോത്തക്കി, അഡ്വക്കേറ്റ് തോമസ് ജെ ആനക്കല്ലുങ്കൽ എന്നിവർ മുഖേന സുപ്രീം കോടതിയെ സമീപിച്ചത്. ലൈംഗിക പീഡന പരാതി വ്യാജമാണെന്നും പരാതിക്കാരിയും ഭർത്താവും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തി 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് കേസ് നൽകിയതിലുള്ള വൈരാഗ്യമാണ് ഈ കേസിന് കാരണമെന്നും വേണുഗോപാലകൃഷ്ണൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി 1 ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യവും വ്യവസ്ഥ ചെയ്താണ് വേണുഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ന്യൂസ് 18, ഡൽഹി, കൊച്ചി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിന് നീതി എത്രത്തോളം അകലെയാണ്? ഡോക്ടർ റാമിനെതിരെ കേസെടുത്ത് ഒരാഴ്ചയാകുമ്പോഴും ഇതുവരെയും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അതിനിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെ റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഡോക്ടർ റാമിനെ പുറത്താക്കുന്നതുവരെയും അനിശ്ചിതകാല സമരം തുടരുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇതിനെ തുടർന്നാണ് റാമിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. റാം ഉൾപ്പെടെ 3 അധ്യാപകർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ രംഗത്തുള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിന്റെ മരണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടു ആരോപണ വിദ്യാർത്ഥിക്കെതിരെ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെളുത്ത കോട്ട് അഴിച്ചാണ് ക്യാമ്പസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധമറിയിച്ചത്. ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിന്ന്
ഇതിൽ ഇന്നലെ വരെ കണ്ണീര് പൊടിഞ്ഞു, ഇന്ന് ഇതിൽ ചോര പൊടിഞ്ഞു. ഞങ്ങൾ ഈ വെള്ള കുപ്പായത്തെ അപമാനിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഊരിയാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നിതിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും റാമിന് പുറമെ മറ്റു 2 അധ്യാപകരെയും പുറത്താക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം ക്യാമ്പസിൽ വേണമെന്നും ഉൾപ്പെടെ 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. പ്രത്യേക ഇമെയിൽ ID ഉണ്ടാക്കി വിദ്യാർത്ഥി യൂണിയൻ കൂടുതൽ പരാതികളും ശേഖരിച്ചു തുടങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യ സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. റാം സാറുടെ ഭാഗത്തുനിന്ന് നമുക്കും പല അനുഭവങ്ങളും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ വളരെ മോശമായ വാക്കുകളാണ് ക്ലാസ്സിൽ ഉപയോഗിക്കൽ. പിന്നെ ഫിസിക്കലായിട്ടും വേറെ കുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക, അതൊക്കെ ഞാൻ മോള് പറഞ്ഞിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ആൺകുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് അടുപ്പിക്കുക, ഇയാൾക്ക് നേരിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തല്ലാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പയ്യനെ ശരിക്ക് ഇതൊരു കൊലപാതകം തന്നെയാണ്. ശരിയായ രൂപത്തിൽ അന്വേഷിച്ചാലേ ഇത് ക്ലിയർ ആവുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നമുക്ക് വിശ്വാസം പോരാ. കാരണം ഈ 5 ദിവസമായി ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ ഇതുവരെ മീഡിയൻ്റെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇതില്ല, വിശ്വാസക്കുറവുണ്ട്. പിന്നെ ആ കുടുംബം പറയുന്നതെല്ലാം 100% ശരിയാണ്. അവർ പറയുന്ന ഇതിന് ഇത്രയും ഫിസിക്കലായിട്ട് ഹറാസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇവിടെ ക്യാമറ കാര്യങ്ങളെല്ലാം ഈ കോളേജിലാണ്. അപ്പോൾ പോലീസ് വേണ്ട രൂപത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു കാര്യമുള്ളൂ. ഇവിടെ മീറ്റിംഗ് നടന്നിരുന്നു, ഒരു ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞിട്ട്. അത് 5 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കുറഞ്ഞവരൊക്കെ ഇയാൾ വളരെ മോശമായി, അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച കാര്യം. റാമാണ് ബാക്കിയുള്ളവർ കേട്ട് നിൽക്കുകയാണ്. അത് അവരെ നിവൃത്തികേടായിരിക്കും, നമുക്കറിയില്ല. ബാക്കിയുള്ള അധ്യാപകരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് തുടരുന്നൊരു ഭാഗമായിരിക്കും. കോളേജിലേക്ക് പട്ടികജാതി ക്ഷേമ സംരക്ഷണ സമിതി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയും അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തി. മാനേജ്മെന്റിന്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഒന്ന്, പ്രൊഫസർ റാമിനെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. 2, ഇതിനോടനുബന്ധിച്ച് 2 അധ്യാപകരുടെ പേരിലും സമാനമായ പരാതികൾ, 15ഓളം പരാതികൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി അന്വേഷിച്ച് അതിന്മേലും നടപടിയെടുത്ത് അധ്യാപകരെ പുറത്താക്കുക എന്നുള്ളതാണ് മറ്റൊരാവശ്യം. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിൽ ലഹരി മാഫിയയും മദ്യപ സംഘങ്ങളും ഇപ്പോൾ പിടിമുറുക്കുകയാണ്. പലയിടത്തും അക്രമം അഴിച്ചുവിടുന്നു. പോലീസിനും ജനപ്രതിനിധികൾക്കും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പരാതി നൽകുന്നവരെ ആക്രമിക്കാൻ പോലും മടിക്കാത്ത രീതിയിൽ ലഹരി സംഘങ്ങൾ നാട്ടിൽ ഭീതി വിതയ്ക്കുന്നു. കോതമംഗലത്ത് മദ്യവിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് വനിതാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച സംഭവത്തിലേക്കാണ്. കേസിൽ 3 പേർക്കെതിരെ കുട്ടമ്പുഴ പോലീസ് കേസെടുത്തു. പിണവൂർക്കുടി സ്വദേശികളായ മധു, മനു, പ്രതാപൻ എന്നിവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. കോതമംഗലം പിണവൂർക്കുടിയിൽ ഒരു ക്ലബിന്റെ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനെ ആക്രമിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചുകീറിയെന്നുമാണ് പരാതി. മെമ്പറുടെ മകൻ വിമൽ, അനിൽ, സതീശൻ എന്നിവർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. സമീപകാലത്ത് പിണവർക്കുടി ഉന്നതിയിൽ മദ്യവിൽപ്പനയും അനുബന്ധ പ്രശ്നങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ പോലീസ് നടപടികൾ ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വാർഡ് മെമ്പർ ബിന്ദുവാണെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. തന്നെയും മകൻ ഉൾപ്പെടെ ഒപ്പമുണ്ടായിരുന്നവരെയും അതിക്രൂരമായ മറിച്ചതെന്ന് വാർഡ് മെമ്പർ ബിന്ദു പറഞ്ഞു. നിന്റെ അമ്മയാണ് ഇവിടെ എക്സൈസിനും പോലീസിനും പരാതി കൊടുത്തത്. അതുകൊണ്ട് അന്നേരം പറഞ്ഞു, ചേട്ടാ അമ്മയല്ല, ഇവിടെയുള്ള ചേച്ചിമാരാണെന്നത്. അപ്പോൾ എൻ്റെ മോനെ മധു തള്ളിയിട്ടു കഴിഞ്ഞപ്പോൾ മോൻ പോയി റോഡിലേക്ക് മറിഞ്ഞു വീണു. അപ്പം ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവൻ മധു എൻ്റെ മോൻ്റെ മേത്ത് കയറിയിരുന്ന് തലക്കെട്ടും മുറത്തിനിട്ടൊക്കെ ചങ്കിനിട്ടൊക്കെ ഇടിക്കുമോ. ഞാൻ കരഞ്ഞുകൊണ്ട് മോനെ പോയി പിടിച്ചു വലിച്ചു കഴിഞ്ഞപ്പം ഇവൻ്റെ കുറച്ച് ആൾക്കാർ കബനിയുടെ പ്രവർത്തകർ തന്നെയാണ്. ബിനീഷ് ഉണ്ടായിരുന്നു, രാജേഷ്, പ്രതാപൻ, ആഞ്ഞിലിമൂട്ടിൽ മധു,
പിന്നെ കുറച്ച് ലബിൻ്റെ പ്രവർത്തകർ ഇവരെല്ലാം വന്നു. പിന്നെ കൂട്ടയടിയായിരുന്നു. എൻ്റെ കൂടെ വർക്കിന് വന്ന എൻ്റെ അനിലിൻ്റെ മുഖം കണ്ടോ സാറൊക്കെ കണ്ടോ, ഇടിച്ചാണ് അത്രയും മാരകമായിട്ട്. എൻ്റെ മോൻ്റെ കണ്ണ് നെറ്റിക്ക് 3-4 മുറിവുണ്ട്, ചതവുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ UDF സമരരംഗത്തിറങ്ങുമെന്ന് സ്ഥലം സന്ദർശിച്ച UDF ജില്ലാ കൺവീനറും കോതമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഷിബു തെക്കുംപുറം പ്രതികരിച്ചു. ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. കൊലപാതകത്തിന് ഉള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. വലിയ അതിദാരുണമായ ആക്രമണമാണ് പുനർക്കുടിയിൽ ഇന്നലെ നടന്നത്. തീർച്ചയായും പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായി ആവശ്യപ്പെടാനല്ല, അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. പിണവർക്കുടി മേഖലയിൽ ലഹരി മാഫിയ വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതായി നേരത്തെ തന്നെ പരാതികൾ കിട്ടിയിട്ടുള്ളതാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ ആക്രമിക്കുകയാണ് ഇവരുടെ രീതി. സംഭവത്തിൽ പ്രദേശത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി ജില്ല ലഹരിയുടെ പ്രധാന ഇടനാഴിയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ഇവിടേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പനയും ഇടപാടുകളും. തൊടുപുഴയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 20 ഗ്രാം MDMA-യുമായി 3 പേരെ അറസ്റ്റ് ചെയ്തു. തൊടുപുഴയ്ക്ക് സമീപമുള്ള കരിമണ്ണൂരിൽ നിന്നാണ് സംഘത്തെ പോലീസ് പൊക്കിയത്. തൊടുപുഴ DYSPക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ലഹരിക്കടത്തു സംഘങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ് തൊടുപുഴയും പരിസര പ്രദേശങ്ങളും. അടുത്തിടെയായി ഒട്ടേറെ ലഹരിക്കടത്ത് കേസുകളാണ് തൊടുപുഴയിൽ പോലീസും എക്സൈസും ചേർന്ന് പിടികൂടിയത്. വിഷുദിനത്തിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 20 ഗ്രാം MDMA-യുമായി 3 സംഘത്തെ പോലീസ് പിടികൂടിയത്. ഉടുമ്പന്നൂർ സ്വദേശി തൊട്ടിപ്പറമ്പിൽ ഫൈസൽ ജബ്ബാർ, ചിലവ് സ്വദേശികളായ അജിൽ, അഖിൽ എന്നിവരാണ് കരിമണ്ണൂർ പോലീസിന്റെ പിടിയിലായത്. തൊടുപുഴ DYSPയുടെ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ചെറുപ്പക്കാരാണ് ലഹരി മരുന്നുകളുമായി പിടിക്കപ്പെടുന്നവരിൽ ഏറെയും. കോളേജ് വിദ്യാർത്ഥികളിൽ ചിലർ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അത് തുടർന്ന് കൊണ്ടുപോകാൻ വിൽപ്പനക്കാരായി മാറുകയും ചെയ്യുന്ന കേസുകളും മുൻപ് പിടികൂടിയിട്ടുണ്ട്. ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമായിട്ടും പലപ്പോഴും പിടിക്കപ്പെടുന്നവരിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വിൽപ്പനയ്ക്കെത്തുന്ന ലഹരി മരുന്നിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പിടികൂടുന്നതും. കരിമണ്ണൂരിൽ പിടികൂടിയ സംഘത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളമെന്ന് അവകാശപ്പെടുമ്പോഴും ഇവിടുത്തെ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് പോലും വേണ്ടത്ര ചികിത്സ ഉറപ്പാക്കുന്നുണ്ടോ? പലയിടത്തും വലിയ വീഴ്ചകൾ സംഭവിക്കുന്നതായി കാണാം. ചികിത്സാ പിഴവ് കാരണം മരണം വരെ സംഭവിക്കുന്ന കാഴ്ച. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചയാൾ മരിച്ചതിനെ ചൊല്ലി സംഘർഷവും പ്രതിഷേധവും ഉണ്ടായി. KSEBയിൽ താൽക്കാലിക ജീവനക്കാരനായ അമ്പൂരി സ്വദേശി സന്തോഷ് എന്ന 40-കാരനാണ് മരിച്ചത്. KSEBയിൽ താൽക്കാലിക ജീവനക്കാരനായ സന്തോഷ് പാറശാല താലൂക്ക് ആശുപത്രിക്ക് സമീപം ജോലി ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. യഥാസമയം ഡോക്ടറുടെ ശ്രദ്ധ ലഭിച്ചില്ലെന്നാണ് ഒപ്പമുണ്ടായിരുന്നവരുടെ ആക്ഷേപം. സന്തോഷ് കുഴഞ്ഞു വീണത് അറിഞ്ഞ് സഹപ്രവർത്തകരും ആശുപത്രിയിലെത്തിയിരുന്നു. ഗുരുതരാവസ്ഥയിലായപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസും ലഭിക്കാതിരുന്നത് ഇവരെ പ്രകോപിപ്പിച്ചു. പാറശാല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ കുറച്ചു മാസം മുൻപാണ് പുതിയ മന്ദിരങ്ങൾ നിർമ്മിച്ചത്. ഇതുകൂടാതെ കോടികൾ ചെലവഴിച്ച് മറ്റു വികസന പ്രവർത്തനങ്ങളും നടന്നിരുന്നു.
എന്നിട്ടും ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാതിരുന്നതാണ് ഗൗരവമായി കാണേണ്ട കാര്യം. പാറശാല പോലീസ് എത്തിയാണ് പ്രതിഷേധിച്ചവരെ ശാന്തമാക്കിയത്. ന്യൂസ് 18 പാറശാല. കൊല്ലത്തെ ക്ഷേത്രോത്സവത്തിനിടെ മദ്യപിച്ച് നൃത്തം ചെയ്തയാളെ കസേര കൊണ്ട് മർദ്ദിച്ച കേസ് പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. ആക്രമണത്തിന് ഇരയായാൽ പരാതി നൽകാത്തതായിരുന്നു നടപടി വൈകാൻ കാരണം. ഒടുവിൽ പരാതി ലഭിച്ചതോടെ കേസും അറസ്റ്റുമായി. ആശ്രാമ സ്വദേശി ശ്യാംകുമാറിനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചുവെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട്. കൊല്ലം ആശ്രാമത്ത് ക്ഷേത്രോത്സവത്തിനിടെ മദ്യപിച്ച് നൃത്തം ചെയ്തയാളെ മർദ്ദിച്ച കേസിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശ്രാമം സ്വദേശിയായ ശ്യാംകുമാറിനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ ബാലചന്ദ്രനെയാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രോത്സവത്തിനിടെ പ്ലാസ്റ്റിക് കസേര ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് ബാലചന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ആയുധം ശേഖരിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ടാബ്ലറ്റ് ആരിഫിനെ കൊലപ്പെടുത്തിയ കേസ് നാട്ടിൽ വലിയ ഭീതി വിതച്ചതാണ്. ഗുണ്ടകൾ തെരുവിൽ അഴിഞ്ഞാടിയിട്ടും പ്രതികളെ പിടികൂടാൻ പോലും പോലീസിന് കഴിയാത്തത് വലിയ ആക്ഷേപത്തിന് വരെ കാരണമായി. സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കൊലയാളി സംഘത്തിലേക്ക് അന്വേഷണം എത്തിയത്. ഒടുവിൽ 3 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 10ആയി. മാർച്ച് 27 പുലർച്ചെയാണ് ആരിഫിനെ കാറിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗുണ്ടാ നേതാവ് ആരിഫ് എന്ന ടാബ്ലറ്റ് ആരിസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. കൊലപാതകം നടത്തിയ പ്രതികൾക്ക് ആയുധങ്ങൾ നൽകുകയും കൊലപാതക ദിവസം പോലീസിന്റെ നീക്കങ്ങൾ പ്രതികളെ അറിയിക്കുകയും ചെയ്ത അർഷാദ് ഈ വർഷം ഫെബ്രുവരിയിൽ ആരിഫിനെ കൊല്ലാൻ ശ്രമിച്ച സംഘത്തിലെ പൂച്ചൻ നിസാഖ്, കൊലയാളി സംഘത്തിന് വാഹനവും മറ്റ് സഹായങ്ങളും നൽകിയ ജുനൈദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ സുധീർ കുമാർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ച് 27 പുലർച്ചെ തെക്കോട്ട് മേൽപ്പാലത്തിൽ വെച്ചാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തലപ്പാടി മുള്ളുകൂട്ട വീട്ടിൽ ആരിഫിനെ 6 സംഘം കാറിലെത്തി ഇടിച്ചിടുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ചില കള്ളന്മാരുണ്ട്, മോഷ്ടിക്കാൻ അസാമാന്യ ധൈര്യമാണ്. പോലീസിന്റെ സാന്നിധ്യവും CCTV നിരീക്ഷണവും ഒക്കെ ഉണ്ടെങ്കിലും ദൗത്യം പൂർത്തിയാക്കിയ മടങ്ങും. മലപ്പുറം സ്വദേശി ഹഫ്ലീസർ ദർവേഷ് എന്ന ചെറുപ്പക്കാരൻ്റെ രീതി ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാളയത്തെ പെട്രോൾ പമ്പിൽ നിന്ന് മോഷണം നടത്തിയത് മുഖം പോലും മറയ്ക്കാതെ എത്തിയാണ്. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ പ്രതിക്ക് പിടിവീണു. മ്യൂസിയം പോലീസാണ് എറണാകുളത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 60ഓളം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഹഫ്ലീസർ.
പെട്രോൾ പമ്പിന്റെ ലോക്കർ കുത്തിത്തുറന്ന് 1,80,000 രൂപ കവർന്ന മലപ്പുറം സ്വദേശിയാണ് മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. എറണാകുളത്ത് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ ദർവേഷിനെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ മലപ്പുറം സ്വദേശി. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്കാണ് പാളയം കല്യാൺ സിൽക്സിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ മുഖം മറയ്ക്കാതെ എത്തിയ മോഷ്ടാവ് ജീവനക്കാരില്ലാത്ത തക്കം നോക്കി ലോക്കറിനുള്ളിൽ നിന്ന് പണം കവർന്നത്. 3 ദിവസത്തെ കളക്ഷൻ പണമാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ലോക്കർ കുത്തി തുറക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിദേശ രാജ്യങ്ങളിൽ പഠനവും ജോലിയും ഒരു ശരാശരി മലയാളിയുടെ വലിയ സ്വപ്നമാണല്ലേ. അവിടുത്തെ ജീവിത നിലവാരവും ഉയർന്ന ശമ്പളവും ഒക്കെ ആഗ്രഹിച്ചാണ് പലരും പുറത്തേക്ക് തൊഴിൽ തേടി പോകുന്നത്. എന്നാൽ ഇക്കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ, എത്രത്തോളം സുരക്ഷിതരാണ്? പല രാജ്യങ്ങളിലും വലിയ വംശീയാധിക്ഷേപവും ആക്രമണവും അരങ്ങേറുന്ന കാഴ്ച. അയർലൻഡിൽ മലയാളി നേഴ്സിനു നേരെ വംശീയാക്രമണം ഉണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പാൽ വാങ്ങുന്നതിനായി പുറത്തിറങ്ങിയ യുവാവിനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിച്ചെത്തി ആക്രമിച്ചത്. വയറിന് കുത്തേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോ ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ് കുത്തിയെന്നാണ് പരാതി. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിലാണ് ആക്രമികൾ അഴിഞ്ഞാടുന്നത്. രാത്രി സമയങ്ങളിൽ തനിച്ച് പുറത്തിറങ്ങി നടക്കുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ ജോലി തേടിയും മറ്റും പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.